നമസ്കാരം. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും മദ്യപിച്ച് ലക്കുകെട്ട വിമാനയാത്രക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ മദ്യപിച്ചുകൊണ്ട് വിമാനത്തിൽ കയറി അവിടെ പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ ആഴ്ച ഫ്രോണ്ടിയർ എയർലൈൻസിലെ ഒരു വിമാനത്തിലെ യാത്രക്കാരി മദ്യപിച്ച് ലക്കുകെട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ യാത്രക്കാരെ ശരിക്ക് പറഞ്ഞാൽ ആദ്യം അമ്പരപ്പിക്കുകയും പിന്നെ ചിരിപ്പിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. മദ്യപിച്ച് ലക്ക് തെറ്റിയ നിലയിലാണ് ഇവർ വിമാനത്തിലേക്ക് കയറി വന്നത്. വരുമ്പോൾ തന്നെ മറ്റ് യാത്രക്കാരുമായി ഇവർ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് സീറ്റിൽ വന്നിരുന്നതിന് ശേഷം ഇവർ ബഹളം ആരംഭിക്കാൻ തുടങ്ങി. തൻ്റെ കയ്യിൽ ഈ വിമാനം പൊട്ടിത്തെറിക്കും എന്നാണ് ഇവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. തൻ്റെ ബാഗിലൊരു ബോംബ് ഇരിപ്പുണ്ട് എന്നും അവർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. നിരന്തരമായി ഈ ഒരു വിഷയം ഉന്നയിച്ചവർ ബഹളം വയ്ക്കുമ്പോൾ വിമാനത്തിലെ യാത്രക്കാരും വിമാന ജീവനക്കാരൊക്കെ തന്നെ വല്ലാതെ ഭയപ്പെട്ടു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ ചെയ്തത് വിമാനത്താവളത്തിലെ പോലീസിനെ വിളിച്ച് വരുത്തുകയായിരുന്നു. വിമാനത്തിനുള്ളിൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെ ഈ യാത്രക്കാരുടെ പിൻസീറ്റിലിരുന്ന മറ്റൊരു യാത്രക്കാരി അവരുടെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വൈറലായി മാറിയിരിക്കുന്നത്. ഈ മദ്യപിച്ച് ലക്കുകെട്ട സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്ന പോലീസുകാരൻ അവരോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, നിങ്ങൾ എൻ്റെ ഒപ്പം പോരും, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുന്നു. എന്നാൽ ഈ സ്ത്രീ അതിന് വിസമ്മതിക്കുകയാണ്. തുടർന്ന് അയാൾ ഇവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ കൈ പിന്നോട്ട് വലിക്കുകയും വല്ലാതെ അലറി വിളിച്ച് ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അലറി വിളിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ വിമാനത്തിനുള്ളിൽ ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്, എൻ്റെ ബാഗിലെല്ലാം ബോംബാണ് എന്ന്. ഉള്ളിൽ നിവർത്തിയിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ തൂക്കിയെടുത്ത് വിമാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അടുത്തതായി കാണുന്നത്. ഇത് കണ്ട വിമാനത്തിലെ മറ്റ് യാത്രക്കാരെല്ലാവരും തന്നെ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു യാത്രക്കാരൻ വിമാനത്തിൽ ബോംബുണ്ട് എന്ന് ഭീഷണി മുഴക്കിയാൽ പരിശോധന നടത്താതെ വീണ്ടും വിമാനത്തിന് പുറപ്പെടാനും കഴിയുകയില്ല, വിമാന നിയമങ്ങളൊക്കെ തന്നെ അനുസരിച്ച്. അതിന് പ്രകാരം വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും പുറത്തേക്ക് ഇറക്കുകയാണ്. പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം വിമാനം അതിവിശദമായി തന്നെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ സൈനികരൊക്കെ എത്തി പരിശോധിക്കുന്നു. ബോംബിൻ്റെ അംശം പോലും അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. തുടർന്ന് ഈ വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഈ യാത്രക്കാരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തമല്ല. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. ഇവരുടെ പേരോ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും അധികൃതർ പുറത്തുവിട്ടിട്ടുമില്ല. ഫ്രോണ്ടിയർ എയർലൈൻസിൻ്റെ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ ഭീഷണി കള്ളമാണ് എന്ന് തെളിഞ്ഞു. അതായത് ബോംബ് വെച്ചിട്ടുള്ള ഭീഷണി കള്ളമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ പുറത്താക്കി മറ്റ് യാത്രക്കാരുമായി വിമാനം സുരക്ഷിതമായി തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിമാന കമ്പനി അറിയിക്കുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടി ഒരുപാട് പേരാണ് കമൻറ്റുമായി രംഗത്തെത്തുന്നത്. പലരും പറയുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സന്ദർഭോചിതമായ ഇടപെടലാണ്, അദ്ദേഹം എത്ര മര്യാദയ്ക്കാണ് ആ സ്ത്രീയോട് പെരുമാറുന്നത് എന്നാണ് പലരും പറയുന്നത്. ചിലരാകട്ടെ ഈ ഉദ്യോഗസ്ഥന് അടിയന്തരമായി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. 1-2 പേർ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ നടപടി ശരിയായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഈ മദ്യപിച്ചുകൊണ്ട് മദ്യപിച്ച് ലക്ക് തെറ്റിയ നിലയിൽ ഈ വിമാനത്തിനുള്ളിലേക്ക് ഇവരെങ്ങനെയാണ് കയറിയതെന്ന് മാത്രം ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ പോലും അമിതമായി മദ്യപിച്ച് ലക്ക് കെട്ട നിലയിൽ വിമാനത്താവളത്തിലെത്തിയാൽ അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യം സംശയകരമാണ്. പക്ഷേ അമേരിക്ക പോലുള്ള ഇത്രയും ഒരു വികസിതമായ രാജ്യത്ത്, എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുള്ളൊരു രാജ്യത്ത് ഒരു സ്ത്രീ ഇത്രയും മദ്യപിച്ച് സമനില തെറ്റി വിമാനത്തിനുള്ളിലേക്ക് കടന്നു വന്ന് അവിടെ ബോംബ് ഭീഷണി മുഴക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് കടന്ന കൈയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഏതായാലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദർഭോചിതമായി ഇടപെട്ടുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഒഴിവായി കിട്ടി.